അടുത്തത് വെരിലോഗിൻ്റെ ഒരു മോഡ്യൂൾ എങ്ങനെ ഇരിക്കുമെന്ന്. ആദ്യം തന്നെ മോഡ്യൂൾ നെയിം, പിന്നെ ഔട്ട്പുട്ട് ഇൻപുട്ട് പോർട്സിനെ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ബോഡി വരുന്നത്. കമൻസ് എഴുതുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ എൻഡ് മോഡ്യൂൾ. ഇനി ഡേറ്റ ടൈപ്സ് ഏതൊക്കെയുണ്ട്? വാല്യൂ സെറ്റ് ഉണ്ട്. വാല്യൂ സെറ്റ് എന്ന് വെച്ചാൽ വാല്യൂസ് ഏതൊക്കെ ആകാം? 0 ആകാം, 1 ആകാം, എക്സ് എന്ന് വെച്ചാൽ അൺനോൺ ആകാം, ഇസഡ് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ് ആകാം. നെറ്റ് ഡേറ്റ ടൈപ്പിന് കുറച്ച് എക്സാമ്പിളുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ അകത്ത് ഫുൾ എക്സാമ്പിളുണ്ട്. വയർ ടൈപ്പ് ഉണ്ട്. വയേർഡ് ഓറിനെയാണ് വോർ ടൈപ്പ് ഉണ്ട്. വയേർഡ് ആൻറ്റിനെ വാൻസ് ടൈപ്പ് എന്ന് പറയും. അടുത്ത വേരിയബിൾ ഡേറ്റ ടൈപ്പ് ഉണ്ട്. അത് രജിസ്റ്റർ, അതായത് റെജും ഇൻഡിജറുമാണ്. പിന്നെ വെക്റ്റേഴ്സ് ഉണ്ട്. വെക്ടർ എന്ന് വെച്ചാൽ ബിറ്റ് വിഡ്ത്ത്. എ എന്ന് പറയുന്ന ഒരെണ്ണത്തിന് 8 ബിറ്റ് വിഡ്ത്ത് ഉണ്ടെന്ന് കാണിക്കുന്നത് 7:0 എന്നാണ്. അത് എക്ക് മുന്നേ ആണ് എഴുതേണ്ടത്, എ കഴിഞ്ഞിട്ടല്ല എഴുതുന്നത്. ഇത് 7:0, 0 to 7 വരെ ഉണ്ടെന്ന്. 0:7 അല്ല. അടുത്ത അറേ ഉണ്ട്. ഈ 8 ബിറ്റ് തന്നെ ഒരു 10 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അതിനെ അറേ എന്ന് പറയും. അതായത് ഇത് 3 ബിറ്റ് വിഡ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, 0 to 2. അത് തന്നെ എത്ര വരിയുണ്ട്? 0 to 4, 4 വരിയുണ്ട്. 0, 1, 2, 3, 4 വരിയുണ്ട്. ഇതാണ് അറേ. ഇത്രയും ഡേറ്റ ടൈപ്സാണ് ഉള്ളത്. ഇനി നമ്പേഴ്സ് പല ബേസിലെ നമ്പറൊക്കെ അറിയാമല്ലോ. അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സ്ലാഷ് ഇട്ടിട്ടാണ്, സ്ലാഷ് അല്ല, ഒരു സിംഗിൾ കോട്ട് ഇട്ടിട്ടാണ് നമ്പേഴ്സിനെ കാണിക്കുന്നത്. ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാ ഡെസിമൽ, സൈൻഡ് ബൈനറി, സൈൻഡ് ഹെക്സാ, സൈൻഡ് ഒക്ടൽ, സൈൻഡ് ഡെസിമൽ. ഇതൊക്കെയാണ് നമ്പർ ടൈപ്സ് കാണിച്ചേക്കുന്നത്. അതുപോലെ ഇപ്പം 0 നമ്മൾ A = 0 എന്നല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? A = ഒരു ബൈനറി 0, അല്ലെങ്കിൽ A = ഒരു ബൈനറി 4. അതായത് ഒരു ബിറ്റ് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്, അത് 4 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിറ്റ് 0 ആയിരിക്കും. അപ്പോൾ 2 ബിറ്റ് 00 സേവ് ചെയ്യണമെങ്കിൽ